ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാണോ തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നതെന്നറിയാതെ അഭിയും ജലജയും ആകെ പേടിച്ചു നിൽക്കുകയാണ്. ജലജ പറയുന്നുണ്ട്, എടാ അഭി, അവൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ നിൻ്റെ കാര്യം കട്ടപ്പോകുക. നീ എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, ശരിയാമേ, അതുതന്നെയാണ് എൻ്റെയും പേടി. അവൾ എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ കാര്യം അതോ ഗതിയാ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അങ്ങോട്ട് പോയതുപോലെ ആയിരിക്കില്ല അവൾ തിരിച്ചെത്തുന്നത്. ഭദ്രകാളി കണക്കെ ആയിരിക്കും തിരിച്ചു വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അവൾ ദേഷ്യം പിടിച്ചിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏത് വഴിയെങ്കിലും നീ ഇവിടെ നിന്ന് ഓടിക്കണം. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആകെപ്പാടെ മകനായിട്ട് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല അബി. അങ്ങനെയാണെങ്കിൽ അവളെ കൊന്നിട്ട് ഞാനും ചാവും. നോക്കൂ. ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവർ തമ്മിൽ കാണാൻ പോയത് കടപ്പുറത്തേക്കാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവൾ ആ കടലിൽ ചാടിയങ്ങ് ചത്താൽ മതിയായിരുന്നു എന്ന് അഭിയും പറയുന്നുണ്ട്. അതേ മോനെ, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. എന്നാലും എൻ്റെ അമ്മേ, അവൾ ചത്താലും അവളുടെ ഒരു കുരുന്ന് ഇവിടെ ഇല്ലേ? ഡാ അഭി, നീ എന്താ പറയുന്നേ? അത് നിൻ്റെ മകനാണ്. അവനെ നീ നല്ലപോലെ വളർത്തിയെടുക്കണം. എന്നാൽ ഭാവിയിൽ നിനക്കത് ഗുണം ചെയ്യും. അവളുടെ തലവേദന തീർന്നാലല്ലേ എൻ്റെ അമ്മേ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവയാനി ചോദിക്കുന്നുണ്ട്, ആഹാ, അമ്മയും മോനും കൂടി ഇവിടെ നിൽക്കുമായിരുന്നോ? എന്താ, നവ്യെ വിളിച്ചോ? അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞോ? അപ്പോൾ അഭി പറയുന്നുണ്ട്, എൻ്റെ അമ്മായി ആകെപ്പാട് പേടിച്ച് വിറച്ച് നിൽക്കുക, പിന്നെയും പേടിപ്പിക്കാതെ. ഇതൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് ഈ പേടിയൊന്നും ഇല്ലായിരുന്നോ? പാവം പിടിച്ചൊരു പെൺകുട്ടിയെ ചതിച്ച് അവളെ ഗർഭിണിയാക്കിയിട്ട് പിന്നെ എന്തിനാണ് നീ നവ്യനെ വിവാഹം കഴിച്ചത്? അഥവാ നവ്യ വിവാഹം കഴിച്ച സമയത്തെങ്കിലും നിനക്ക് അവളോട് സത്യങ്ങൾ തുറന്ന് പറയായിരുന്നില്ലേ? അതും ചെയ്തില്ല. അഥവാ അവൾ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ എൻ്റെ പൊന്നബി, നിൻ്റെ കാര്യം തീർന്നു. അമ്മായി എന്നെ രക്ഷിക്കണം. ഉടനെ ദേവയാനി ചോദിക്കുന്നുണ്ട്, കയ്യെന്ന് വിടറ. എന്തിനാണ് ഞാൻ നിന്നെ രക്ഷിക്കുന്നത്? ഇപ്പോഴും നീ ചെയ്ത ഈ തെറ്റിൻ്റെ പേരിൽ പാവം പിടിച്ച് എൻ്റെ മകൻ ഉള്ളൊരുകയാണ്. ഈ വീട്ടിൽ നിന്ന് തന്നെ അവൻ ഇറങ്ങേണ്ടി വന്നു. എന്നിട്ടും നിനക്ക് അവനെ ദ്രോഹിക്കണമെന്നല്ലാതെ ഒരു ശകലമെങ്കിലും സഹായിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? നീ ചെയ്ത തെറ്റ് അവൻ തലയിൽ പേര് നടക്കുകയാണ്. ഞാൻ ചന്തുമോളെയല്ല പറഞ്ഞത്. നീ ചെയ്ത തെറ്റ് ആ നാണക്കേടിനെയാണ് പറഞ്ഞത്. അത് അവൻ ഏറ്റെടുക്കേണ്ടി വന്നില്ലേ? നിൻ്റെ ഒറ്റ ഒരുത്തം കാരണം നവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണെങ്കിൽ ആ നാണക്കേടിൽ നിന്ന് എൻ്റെ മുന്നിന് മോക്ഷം കിട്ടും. ഒരു കണക്കിന് നവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിയ തന്നെ ചെയ്യണം. ദിവസം ചെല്ലുന്തോറും നിനക്ക് അഹങ്കാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാവം പിടിച്ച നവ്യയുടെ ചൂടുപറ്റി ഓരോരോ കാര്യങ്ങളും നീ ഉണ്ടാക്കിയെടുത്തോണ്ടിരിക്കുകയാണ്. അതിൽ നിന്നല്ല ഒരു മോചനം കിട്ടും. എനിക്കും ഒരു വിശ്വാസം, കാരണം ഇന്ന് സത്യങ്ങളെല്ലാം തന്നെ നവ്യയോട് തുറന്ന് പറയുമെന്നാണ്. അപ്പോഴത്തേക്കിനും ഒരു വണ്ടിയുടെ ഓണടി കേൾക്കുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, യോമ്മേ, വണ്ടിയുടെ ഓണടി കേൾക്കുന്നു, അത് നവ്യയാണെന്നാണ് തോന്നുന്നത്. അതെ, നവ്യ തന്നെയാ. ഓടിച്ചെന്ന് നോക്ക്, അപ്പം അറിയാലോ അവൾ ഏത് സിറ്റുവേഷനിലാണെന്നുള്ളത്. ജലജ പറയുന്നുണ്ട്, എടാ അഭി, എനിക്ക് ആകെപ്പാടെ കൈയും കാലും എല്ലാം വിറയ്ക്കുന്നു. ചങ്കൊക്കെ പടപെടാനിരിക്കുന്നത് പോലെ. എൻ്റെ അമ്മയുടെ അവസ്ഥ ഇതാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണ്? അവൾ ഏത് പരുവത്തിലാണ് തിരിച്ചു കയറി വരുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. അവൾ എന്നെ കൊല്ലുമായിരിക്കുമോ? അപ്പോൾ ജലജ പറയുകയാണ്, അങ്ങനെ എങ്ങനെ അവൾ ചെയ്താൽ അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും, നീ നോക്കിക്കോ. എൻ്റെ അമ്മേ, അവൾ വന്ന് എന്നെ എന്തെങ്കിലും ചെയ്താൽ അമ്മ സപ്പോർട്ടിനായിട്ട് കൂടെ തന്നെ ഉണ്ടാവണേ. പിന്നെ ഞാനുണ്ടാവാതിരിക്കുമോ? എന്ത് ചെയ്യാനാ? എല്ലാവരും പറയുന്നത് പോലെ ഞാനല്ലേ നിന്നെ വളർത്തി വഷളാക്കിയത്. നവ്യ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ശ്രദ്ധിച്ച് അവിയും ജലജയും കൂടെ നിൽക്കുകയാണ്. നവ്യയുടെ മുഖത്ത് വലിയ മുഖഭാവമൊന്നും കാണാത്തതുകൊണ്ട് തന്നെ അഭി പറയുന്നുണ്ട്, അമ്മേ, അവൾ സത്യമൊന്നും അറിഞ്ഞ ലക്ഷണമില്ല. അവളുടെ മുഖം കണ്ടില്ലേ, വലിയ ദേഷ്യമുള്ള രീതിയിലൊന്നുമല്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ശരിയാ മോനെ, എനിക്കും തോന്നുന്നുണ്ട് അവളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. സത്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവളുടെ വരവ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എൻ്റെ പൊന്നമ്മ, ഇപ്പോഴാണ് എനിക്കൊരാശ്വാസമായത്. ഇത്രയും നേരം എൻ്റെ നെഞ്ചിനകത്ത് തീയായിരുന്നു. നീ ആശ്വസിക്കാൻ വരട്ടെ. അവളോട് കനക എന്താ പറഞ്ഞെന്നറിയട്ടെ. അതൊന്നും വിശ്വസിക്കാതെയാണോ അവളിങ്ങോട്ട് വന്നതെന്നറിയണ്ടേ? എന്തായാലും നീ അവളുടെ അരികിലോട്ട് ചെല്ല്. അവളെ ചെന്നൊന്ന് സമാധാനിപ്പിക്കുക. അവളുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കരുതെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. ശരിയമ്മേ. അങ്ങനെ ഈ സമയം സ്റ്റെയർ കേസിൻ്റെ അരികിലെത്തിയ നവ്യ ദേവയാനിയെ കാണുന്നുണ്ട്. ദേവയാനിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് നല്ല ദേഷ്യത്തിൽ ധൃതി വെച്ചങ്ങ് അവൾ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ദേവയാനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. നവ്യ സത്യങ്ങളൊന്നും അറിഞ്ഞ ഒരു ലക്ഷണവും കാണുന്നില്ല. എന്തായാലും നയനമോളെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ദേവയാനി നയനെ വിളിക്കുന്നുണ്ട്.
ഈ സമയം റൂമിലേക്ക് ചെന്ന നവ്യ ആകപ്പാട് സങ്കടപ്പെടുന്നുകൊണ്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്, കണ്ണുനീര് വരുന്നു, അത് തുടച്ച് മാറ്റുന്നൊക്കെയുണ്ട്. ഈ സമയത്ത് ഡോറിൻ്റെ അരികെ അബി ശബ്ദമുണ്ടാക്കാതെ വന്ന് നിൽക്കുകയാണ്. അബി ആലോചിക്കുന്നുണ്ട്, എന്തായാലും റൂമിനകത്തേക്ക് കയറാൻ വരട്ടെ, നവ്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഇവിടെ നിന്നൊന്ന് നോക്കാം എന്നും പറഞ്ഞ് വാതിലിന് വെളിയിൽ നിന്ന് അകത്തേക്ക് നോക്കുകയാണ്. ഈ സമയത്ത് കണ്ണുതീരും തുടയ്ക്കുന്ന നവ്യെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് നവ്യ ചിന്തിക്കുന്നുണ്ട്, നീ അത്തുള്ള സത്യം വല്ലതും പറഞ്ഞു കാണുമോ, അല്ലെങ്കിൽ പിന്നെ ഇവളെന്തിനാണ് കരയുന്നത്? സത്യങ്ങൾ അറിഞ്ഞാൽ അവൾ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. ഈ സമയം താഴെ ദേവയാനി നയനെ വിളിക്കുന്നുണ്ട്. നയനയും ആദർശം കൂടെ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. നയനെ വിളിച്ചിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അമ്മ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതായിരിക്കും വിളിക്കുന്നത്, നീ ഫോൺ എടുത്ത് നോക്ക്. അങ്ങനെ നയന ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അമ്മേ. ആ മോളെ, നിങ്ങളിപ്പോൾ എവിടാ, പുറത്താണോ? അതേ അമ്മേ, ഞങ്ങൾ പുറത്താണ്. പിന്നെ നയനമോളെ ഞാൻ വിളിച്ചത് കനക എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് നവ്യമോളെ വിളിപ്പിച്ചെന്നും പറഞ്ഞ് ഇവിടെ 2 പേരും ആകെപ്പാടെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്കൊരു പേടി, നവ്യയോട് സത്യങ്ങളെല്ലാം ഇനി കനക പറഞ്ഞിട്ടുണ്ടാകുമോ, അതോ ചുമ്മാ വേറെന്തിനേലും വിളിപ്പിച്ചതായിരിക്കുമോ? അല്ലമ്മേ, പറഞ്ഞിട്ടുണ്ടാവുമെന്നല്ല, അമ്മ എല്ലാ സത്യങ്ങളും നവ്യേച്ചിയോട് പറഞ്ഞു. എൻ്റെ ദൈവമേ, എന്തായി കേൾക്കുന്നത്? എത്ര നാളെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതെന്നും പറഞ്ഞ് അമ്മ സത്യങ്ങളെല്ലാം നവ്യേച്ചിയോട് പറഞ്ഞു. ഞങ്ങൾ പറയരുതെന്ന് പറയാൻ വേണ്ടി അമ്മ വിളിക്കുന്നതിന് മുമ്പ് അമ്മ ഫോൺ വീട്ടിൽ വെച്ച് മറന്നിട്ടാണ് വന്നത്. ഞങ്ങൾ കടപ്പുറത്തേക്ക് ചെന്നപ്പോഴത്തേക്കിനും സത്യങ്ങളെല്ലാം പറഞ്ഞ് അതെല്ലാം കേട്ടതിന് ശേഷം ചേച്ചി അവിടെ നിന്ന് പോയിരുന്നു. ആഹാ, അപ്പോൾ സത്യമൊക്കെ അറിഞ്ഞതിന് ശേഷമാണോ നവ്യ ഇങ്ങോട്ടേക്ക് വന്നത്? അയ്യോ അമ്മേ, ചേച്ചി എവിടേക്ക് എത്തിയോ? അതെ, പക്ഷേ അവൾ സാധാരണ നോർമലായ രീതിയിൽ തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വരവാണെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ. ഒന്നും അറിയില്ലമ്മേ, നീ ചേച്ചി എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണക്കുകൂട്ടി കാണും, അതനുസരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും ചേച്ചിയുടെ പ്ലാൻ. ഏത് സമയത്താണ് പൊട്ടിത്തെറിക്കുന്നതെന്നും എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല എൻ്റെ അമ്മേ. അപ്പോൾ കനക പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കണ്ട, അവൾ എന്തെങ്കിലും ചെയ്താൽ അവളുടെ ജീവിതം വെച്ചേ കളിക്കൂ, അല്ലെങ്കിൽ അബിയുടെ കാര്യം, അവന് ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും നമുക്കാർക്കും ഒരു പ്രശ്നവും ഇല്ല. ഇനിയും എൻ്റെ മക്കളെ കൊണ്ട് അനന്തപുരിയിലുള്ളവർ തീ തിന്നരുത്. കുറേയൊക്കെ അനുഭവിച്ചു, ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. 2 മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങളായിരുന്നു അവിടെ. ഇനി അതൊന്നും വേണ്ട, അതിനൊക്കെ ഒരു അറുതി വേണം. അപ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, എന്നാലും കനകെ ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു? ഇത്രയും പെട്ടെന്നോ? ദേവേച്ചി എന്തായി പറയുന്നത്? ഇത്രയും പെട്ടെന്നൊന്നുമല്ല, എത്ര നാളുകൊണ്ട് നമ്മളെല്ലാവരും മൂടി വെച്ച സത്യമായത്. ഇനിയും അത് മറന്നേക്ക് പുറത്തു വരേണ്ട സമയം കഴിഞ്ഞു. ഇതറിഞ്ഞതിൻ്റെ പേരിൽ അവിടെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. അത് അവനെപ്പോലൊരു നീചൻ്റെ കൂടെ എൻ്റെ മകൾ കഴിയുന്നതിലും ഭേദം അവൾ തിരികെ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം. ഈ സത്യങ്ങളൊക്കെ അവൾ അറിയാതെ ഇരിക്കും തോറും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അവൾ ചെന്നെത്തുകയുള്ളൂ. അതിനി വേണ്ട. പിന്നെ അവളോട് ഞാൻ എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്ത് ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാം, എന്തൊക്കെ ചെയ്താലും ആ ചന്തുമോളുടെ അച്ഛൻ അഭി തന്നെയായിരിക്കുമെന്ന്. പിന്നെ ദേവേനി ചേച്ചി, എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുള്ളൂ. ചന്തുമോളുടെ കാര്യത്തിൽ ഇനി എപ്പോഴും ഒരു ശ്രദ്ധ വേണം, സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവിടെ എന്തെല്ലാം സംഭവിച്ചാലും അപ്പോൾ ഞങ്ങളെ വിളിച്ചറിയിക്കണേ അമ്മേ. ശരി മോനെ, എന്തുണ്ടെങ്കിലും ഞാൻ അപ്പം നിന്നെ വിളിച്ചോളാം. എങ്കിൽ ശരിയമ്മേ എന്ന് പറഞ്ഞ് അവർ ഫോൺ വെക്കുന്നുണ്ട്. ഈ സമയത്ത് നവ്യയുടെ റൂമിൻ്റെ വാതിക്കൽ തന്നെ നിൽക്കുകയാണ് അബി. പെട്ടെന്ന് ജലജ അങ്ങോട്ട് വന്നിട്ട് അവനെ തട്ടുന്നുണ്ട്. പെട്ടെന്ന് ഞെട്ടിപ്പോയല്ലോ അമ്മേ, എന്താ ഈ കാണിക്കുന്നേ? എടാ, നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ അവളുടെ അരികിലോട്ട് ചെല്ല്, എന്നാലേ അറിയാൻ പറ്റുള്ളൂ അവൾക്ക് എന്താ പറയാനുള്ളതെന്ന്. എൻ്റെ അമ്മേ, അവൾ സങ്കടം കൊണ്ട് കണ്ണീരൊക്കെ തുടയ്ക്കുന്നത് കണ്ടു. ഇപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെല്ലേണ്ട വല്ല കാര്യമുണ്ടോ? എന്തായാലും നീ ചെല്ല്, എന്നാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ജലജ അബി ഒരു തള്ളു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അബി റൂമിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട് നവ്യ അബിയെ തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, ആഹാ നവ്യേ, നീ ഇതെപ്പോൾ വന്നു? ഞാൻ കണ്ടില്ലല്ലോ നിന്നെ. എന്നിട്ടും നവ്യ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്, മറുപടി ഒന്നും പറയുന്നില്ല. പതിയെ എഴുന്നേറ്റ് അബിയുടെ അരികിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അബി, എന്താ നവ്യേ, എന്താ നീ എന്താ ഇങ്ങനെ നടക്കുന്നേ? പെട്ടെന്ന് അബി പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്കറിയാം നീ നിൻ്റെ അമ്മയുടെ അരികെ പോയതല്ലേ, അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും എന്നെപ്പറ്റി, അതാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോകണ്ടെന്ന്. അവർ നിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന്. എന്നെപ്പറ്റി ആവശ്യമില്ലാത്തൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിൻ്റെ അമ്മയ്ക്ക് നിന്നോടൊരു സ്നേഹമില്ല, അവർ നിൻ്റെ അമ്മയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്.
അപ്പോൾ നവ്യ പെട്ടെന്ന് പറയുന്നുണ്ട്, ഒരക്ഷരം മിണ്ടരുത് നീ എന്തൊക്കെയാ പറഞ്ഞേ? എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മയല്ലെന്നോ? അങ്ങനെയല്ല നവ്യെ, ഇപ്പം തന്നെ കണ്ടില്ലേ അവർ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പറഞ്ഞത്. നീ സന്തോഷമായിട്ട് എൻ്റെ കൂടെ ജീവിക്കുന്നത് അവർക്കിഷ്ടമില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നവ്യെ, നിൻ്റെ അമ്മ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പലതും പറഞ്ഞു തരും, അതൊന്നും വിശ്വസിക്കരുതെന്ന്. നീ എന്തിനാ എൻ്റെ അമ്മയെപ്പറ്റി എപ്പോഴും ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, അവർക്ക് നന്ദുവിനെയും നയനെയാണ് ഏറ്റവും ഇഷ്ടം, നിന്നോട് ഒരു സ്നേഹവും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മതി, ഇനി നീ എൻ്റെ അമ്മയെപ്പറ്റി കൂടുതൽ കുറ്റമൊന്നും പറയണ്ട. നിനക്ക് ജ്വല്ലറി മാനേജറായിട്ട് ജോലിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ? പെട്ടെന്ന് അമ്പി കിളി പോയതുപോലെ നിൽക്കുന്നുണ്ട്. നമ്മൾ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നീ എന്താ അഭി ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അത് പിന്നെ നിന്നോട് നിൻ്റെ അമ്മയൊന്നും പറഞ്ഞില്ലേ? അവരെന്ത് പറയാനാ? നിന്നെ ജ്വല്ലറി ജോലിക്ക് വിടാൻ പാടില്ല, അങ്ങനെ വിട്ടാൽ കുറേ സത്യങ്ങൾ ഞാൻ അറിയുമെന്നും എൻ്റെ ജീവിതം പോകുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഇനി അവരുടെ ഒന്നും ഭീഷണിക്ക് മുന്നേ ഞാൻ മുട്ടുമടക്കില്ല. നിനക്ക് ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ? അവർ പറഞ്ഞ ഒന്നും തന്നെ നീ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ ആരെ ഭയക്കാനാണ്? ഉറപ്പായിട്ട് ജ്വല്ലറിയിൽ മാനേജറായിട്ട് ഞാൻ കയറും. അപ്പോൾ നവി ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നീ ഇനി ആരെയാണ് ഭയക്കുന്നത്? ഇവരെയൊക്കെ ഭയക്കാൻ വേണ്ടി നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്? ഞാനെന്ത് തെറ്റ് ചെയ്യാൻ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാ ഇവരെയൊക്കെ ഭയക്കുന്നേ? ഉറപ്പായിട്ടും ജ്വല്ലറിയിൽ മാനേജറായിട്ട് ഞാൻ കയറിയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ജ്വല്ലറിയുടെ ബ്രാഞ്ചിൽ കാണുന്നതിന് അവിടുത്തെ മാനേജറായിട്ട് നീ ഉണ്ടാവണം. അതിനെന്താ, ഞാൻ ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. എന്നാൽ ശരി, നീ റെസ്റ്റ് എടുക്ക്, ഞാനിപ്പം വരാം എന്ന് പറഞ്ഞ് അഭി അവിടെ നിന്ന് പോകുന്നുണ്ട്. അഭി നേരെ പോകുന്നത് ജലജയുടെ അടുക്കിലേക്കാണ്. ഈ സമയം നവ്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവനാണ് ചന്തുമോളുടെ അച്ഛനെങ്കിൽ ഇവനെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ എന്തിന് എൻ്റെ ജീവിതം വെറുതെ കളയണം? ഒരിക്കലുമില്ല. എന്നെയും ചതിച്ച് എൻ്റെ കുഞ്ഞിനെയും ചതിച്ച് പാവം പിടിച്ചൊരു പെണ്ണിനെ ഈ പരുവത്തിലാക്കിയത് ഇവനാണെങ്കിൽ ഒരിക്കലും ഇവനെ ഞാൻ വെറുതെ വിടില്ല, കൊന്നു കളയും ഞാൻ എന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ DNA ടെസ്റ്റ് ചെയ്യണം. ഇവൻ്റെയും ചന്തുമോളുടെയും മുടിയെടുത്ത് DNA ടെസ്റ്റിന് അയക്കണം. അതിൻ്റെ റിസൾട്ട് വരുന്നത് വരെയുള്ളൂ അവൻ്റെ ഈ സന്തോഷ പ്രകടനം. ഇത്രയും നേരം ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളതിൽ അവന് നല്ല ഭയമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇനി എന്തായാലും ഇത് തന്നെയാണോ അമ്മ പറഞ്ഞ സത്യമാണോ എന്നൊക്കെ ആ ടെസ്റ്റിന് ശേഷം അറിയാം. അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. ദേവയാനിയെ കണ്ടതും നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് വേണം? കനക പറഞ്ഞു സത്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞു എന്ന്, അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. ചില വിശ്വസിക്കാൻ കൊള്ളത്തില്ലാത്ത കള്ളങ്ങളൊക്കെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. അതൊക്കെ സത്യമാണോ എന്ന് ഞാനാദ്യം തിരിച്ചറിയട്ടെ. ഇത്രയും സത്യങ്ങൾ നിൻ്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടും നിനക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എങ്കിൽ ഇനി നിന്നോട് ഞാൻ എന്ത് പറയാനാണ്? എന്തു തന്നെയായാലും നീ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അഭിക്ക് കൊടുക്കേണ്ട ശിക്ഷ അതെന്താണേലും ദൈവം കൊടുത്തിരിക്കും. അവനെ ദൈവം വെറുതെ വിടില്ല. ആ പാവം പിടിച്ച പെണ്ണിനെയും ആ കുഞ്ഞിനെയും വഞ്ചിച്ച അവനെ ദൈവം ഒരിക്കലും വെറുതെ വിടില്ല. പെട്ടെന്ന് നവ്യ പറയുന്നുണ്ട്, മതി നിർത്ത്. എൻ്റെ അമ്മ പറഞ്ഞ കള്ളത്തരങ്ങളൊന്നും ഞാൻ തൽക്കാലം വിശ്വസിച്ചിട്ടില്ല. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ, അതെന്താണെന്ന് തിരിച്ചറിയട്ടെ. അതുവരെ നിങ്ങളുടെ മകനെ വെള്ളപൂശേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല. എൻ്റെ അടുക്ക് ഇതും പറഞ്ഞുകൊണ്ട് വരികയും ചെയ്യേണ്ട. നീ എന്തു വേണമെങ്കിലും പറഞ്ഞു, ഒരു പ്രശ്നമില്ല. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇതൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നോർത്ത് നീ പശ്ചാത്തപിക്കേണ്ടി വരും. ഇത്രയും നാളും എൻ്റെ മകനെയും നയനമോളോടും ഒക്കെ നീ പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് നീ പശ്ചാത്തപിക്കേണ്ടി വരും. അതിനെല്ലാം വേണ്ടി നീ ക്ഷമ ചോദിക്കേണ്ടി വരും. അതിനുള്ള ദൈവമായിട്ട് നിനക്ക് ഇത്രയെല്ലാം പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലായില്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയാനില്ല. എന്താണെങ്കിലും നിനക്ക് സത്യങ്ങളൊക്കെ ബോധ്യമാകുന്ന കാലത്ത് ഒരിക്കലും നീ തകർന്നു പോകരുത്. അവന് വേണ്ട ശിക്ഷ അത് ദൈവം കൊടുത്തോളും. നിനക്ക് വേണ്ടത് നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതമാണ്. അവന് വേണ്ടി നീ നല്ല രീതിയിൽ ജീവിക്കണം. അവനെ പൊന്നുപോലെ വളർത്തണം. നിൻ്റെ മുമ്പിൽ അഭി കിടന്ന് നരകിക്കുന്ന നീ കാണണം. അതായിരിക്കണം നീ അവന് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. ദേവയാനി അവിടെ നിന്ന് പോയതിനു ശേഷം നവ്യ പൊട്ടിക്കരയുന്നുണ്ട്. ഏകദേശം അഭി തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം ഉറപ്പായി. എന്നാലും എൻ്റെ മനസാക്ഷിയെ ബോധിപ്പിക്കാൻ ആ DNA ടെസ്റ്റ് ഞാൻ എടുത്തിരിക്കും. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ. മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ ചന്തുമോളുടെ തലമുടിയോർണം ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നവ്യ ചന്തുമോളുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് ജലജയും അഭിയും മാറി നിന്ന് സംസാരിക്കുന്നത് നവ്യ കാണുന്നത്. അവരെന്താണ് ഈ മാറി നിന്ന് സംസാരിക്കാനുള്ളതെന്നും പറഞ്ഞ് ഒരു സൈഡിലേക്ക് ഒളിഞ്ഞു നിന്ന് അവർ പറയുന്നത് എന്താണെന്ന് നവ്യയും ശ്രദ്ധിക്കുന്നുണ്ട്. അഭി ഇപ്പോൾ ജലജയോട് പറയാണ്,
എൻ്റെ പൊന്നമ്മേ, ഞാൻ ആകെ പേടിച്ച അവളുടെ അടുക്കിലേക്ക് പോയത്. എന്നാൽ അതള്ള സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ജലജ പറയുന്നുണ്ട്, നീ അധികം ആശ്വസിക്കൊന്നും വേണ്ട, എപ്പോഴാണ് അവളെ തിരിഞ്ഞു കുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം കേട്ടിട്ട് നവ്യയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട്. അവ ഇപ്പോൾ പറയാണ്, അമ്മേ ഞാൻ അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താലോ എന്ന് ആലോചിക്കുമോ? വിലപിടിപ്പുള്ള എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ തന്നെ അവൾ അത് കണ്ട് കണ്ണ് തള്ളിക്കോളും. അതോടുകൂടി അവൾ ഇതെല്ലാം മറക്കുകയും ചെയ്തോളും. ഡാ, നീ എത്രയെന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള ഓരോ സമ്മാനങ്ങൾ അവൾക്കായിട്ട് മേടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്? അവൾ നിനക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുതരുന്നുണ്ടോ? കാശിന് വിലയില്ലാത്തവളാ. നിന്റെ തലയിലായി പോയല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ്. അർഹതയില്ലാത്ത പലതുമാണ് അവൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല, നീ നിൻ്റെ അനിയത്തിയെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കൊരു തനി പൊന്നെങ്കിലും നീ കൊണ്ടു തന്നിട്ടുണ്ടോ? അല്ല, ഞാൻ എന്തിനാ ഇനി അമ്മയ്ക്ക് സ്വർണ്ണം മേടിച്ചിരുന്നത്? അമ്മയെ വളർത്തച്ഛനും വളർത്തമ്മയും ഇഷ്ടംപോലെ സ്വർണ്ണത്തിലല്ലേ അമ്മയെ മൂടിയേക്കുന്നത്. ഇനിയും അമ്മയ്ക്ക് ഇഷ്ടംപോലെ സ്വർണ്ണങ്ങൾ ഇരിപ്പില്ലേ? ഇനി ഞാനായിട്ട് എന്തിനാണ് മേടിച്ചിരുന്നത്? ഇതിപ്പോൾ നവ്യനെ സോപ്പിടാൻ വേണ്ടിയിട്ടല്ലേ? എന്തായാലും നീ ഇങ്ങനെ അവൾക്ക് സ്വർണ്ണമൊന്നും മേടിച്ചു കൊടുക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നീ നിൻ്റെ അനിയത്തിക്ക് വാങ്ങിച്ചു കൊടുക്ക്. അവളെ പിടിപ്പത് സ്വർണ്ണം ഇട്ട് വേണം ഇവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ. ഓ എൻ്റെ അമ്മേ, അവളുടെ കാര്യമൊക്കെ ഈ വീട്ടിലുള്ളവർ നോക്കിക്കോളും. ഇവളെ ഇപ്പോൾ എൻ്റെ പക്ഷത്തൊന്ന് പിടിച്ചു നിർത്തിയാലല്ലേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നവ്യ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അധികം നാളൊന്നും ഇല്ലടാ നിൻ്റെ ഈ നിലനിൽപ്പ്. ഇന്നത്തോടെ ഞാൻ എൻ്റെ അറുതി വരുത്തി തരാം എന്നും പറഞ്ഞ് അവൾ ചന്തുമോളുടെ അരികിലേക്ക് പോകുന്നുണ്ട്. ചന്തുമോളിരുന്ന് കളിക്കുന്ന കാണുമ്പോൾ തന്നെ നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യത്തോടു കൂടി നവ്യ ചെന്നിട്ട് കുഞ്ഞിൻ്റെ ഇരുന്ന് കളിപ്പാട്ടമൊക്കെ പിടിച്ച് മേടിക്കുന്നുണ്ട്. നീ എന്തിനാണ് എൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടമൊക്കെ എടുക്കുന്നത്? നിന്നോട് ഇതൊന്നും എടുക്കല്ലെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്തുമോളുടെ അരികെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത്രയും നാളും അകൽച്ച കാണിച്ച കുഞ്ഞിനോട് പെട്ടെന്ന് അടുപ്പം കാണിക്കാൻ നവ്യയ്ക്ക് ഒട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടു കൂടിയാണ് നവ്യ ചന്തുമോളുടെ അരികെ പെരുമാറുന്നത്. അങ്ങനെ ചന്തുമോളുടെ തലയിൽ നിന്നും ഒരു മുടിയുമായിട്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം റൂമിൽ ചെന്ന് അബിയുടെ ചീപ്പിൽ നിന്ന് 1-2 മുടി അതും എടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കനകയെയും ഗോവിന്ദനെയും അതുപോലെ ആദർശിനെയും നയനയെയും നന്ദുവിനെയൊക്കെയാണ്. അവരവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഒരു കണക്കിന് ചേച്ചിയുടെ സത്യങ്ങളെല്ലാം പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ചേച്ചി മുഖേന അനന്തപുരിക്ക് ഇനിയും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നേനെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതൊന്നും അത്ര വലിയ നാശനഷ്ടങ്ങളൊന്നും അല്ലായിരുന്നു. നമ്മുടെ പിന്നിൽ നിന്ന് കുത്തുന്നതാണ് അവർ. അതൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നവി എന്ത് പിഴച്ചു? അല്ല ആദർശേട്ടാ, എന്നായാലും സത്യം ഒരിക്കൽ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോഴെങ്കിലും ഇത് ഏട്ടത്തി നവീച്ചയോട് പറഞ്ഞത് നന്നായി. എത്രയെന്ന് വെച്ചാൽ അബി ചെയ്ത തെറ്റിന് ആദർശേട്ടൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അമ്മ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് നന്നായെന്നേ എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, ഒരു കണക്കിന് കനക ചെയ്തത് ശരിയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നാലും എന്നമ്മേ, എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ചേച്ചി അവിടെ പോയി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് ആകെ ടെൻഷനാകുന്നു. കനക പറയുന്നുണ്ട്, മോൾ ഈ സമയത്ത് ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുകയും ചെയ്യില്ല. മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാ. ആ ഓർമ്മ മോൾക്ക് എപ്പോഴും ഉണ്ടാവണം. ആദർശ് അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ തിരികെ വീട്ടിലേക്ക് പോവാണ്. ഏഞ്ചൽ ലോറിയുടെ പിന്നിൽ കളിക്കുന്ന ആരാണെന്ന് ചെറിയൊരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയണം. എപ്പോഴും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരുന്നാൽ ആ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുമായിട്ട് മുന്നോട്ട് പോയി അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുത്തശ്ശൻ്റെ മുന്നിൽ ഹാജരാക്കിയാലേ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റൂ എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചതിന് ശേഷം ആദർശ് നയനയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് നവ്യയാണെങ്കിൽ ഒരു ലാബിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് അവിടുത്തെ ആളുമായിട്ട് ബന്ധപ്പെട്ട് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. 2 മുടിനാരിഴകളാണ്. ഇത് തമ്മിലുള്ള ക്രോസ് മാച്ച് നടത്തി DNA ടെസ്റ്റിൽ ഒരച്ഛനും മകളുമാണോ എന്നറിയണം. ഇതാരുടെയാണ് മാഡം? ആരുടെയാണെങ്കിൽ എന്താ, തനിക്കിത് ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ? ഓക്കെ മാഡം, ഉടനെ തന്നെ ചെയ്തു തന്നേക്കാം എന്നും പറഞ്ഞ് അയാൾ ആ മുടിയിഴകൾ വാങ്ങി വെക്കുന്നുണ്ട്.